ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബ ഓഹരിയിലുള്ള വസ്തു അനുമതിയില്ലാതെ വിറ്റെന്നാരോപിച്ച് പ്രതിഷേധം. സ്ഥലത്ത് കൃഷിയിറക്കി പ്രതിഷേധിക്കാനെത്തിയ നഞ്ചിയമ്മയെ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും തടഞ്ഞു. വ്യാജ രസീത് ഉപയോഗിച്ചാണ് ഭൂമി വിറ്റതെന്നാണ് നഞ്ചിയമ്മയുടെ ആരോപണം. സംഭവത്തിൽ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണണമെന്ന അട്ടപ്പാടി തഹസിൽദാരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് നഞ്ചിയമ്മ മടങ്ങി. ഞാൻ അട്ടപ്പാടിനെ എൻ്റെ ഭൂമിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് ഗവൺമെന്റ് വന്നാലും എനിക്ക് ഉത്തരവ് തന്നിട്ടാണ് അതിനെ ഇറങ്ങാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ വിടൂല്ല. അതാണ് എൻ്റെ ഉത്തരവ്. ഇതിനെ നിങ്ങൾ കേസ് എടുക്കാതെ പോയാൽ, എൻ്റെ ഭൂമി തിരിച്ചു തരാതെ പോയാൽ ഞാൻ പോണ സ്ഥലത്തിന് പോകും. പിന്നെ നിങ്ങൾ പട്ടുപോകൂ. അത് നിങ്ങൾ തന്നെ ഓർമ്മിക്കണം. അത് ഞങ്ങളുടെ ഭൂമി, അട്ടപ്പാടി ഭൂമി തിരിച്ചു കിട്ടണം. എനിക്ക് ആ ഭൂമി തിരിച്ചു. ആഷിഖ് റഹ്മാൻ ചേരുന്ന വിവരങ്ങളുമായി. ആഷിഖ്, ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒപ്പം തന്നെ നടപടികൾ ഏതു തരത്തിലാണ്? കുടുംബപരമായിട്ടുള്ള സ്വത്തിലാണ് ഇപ്പോൾ ഒരു തർക്കം വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ നഞ്ചിയമ്മ പറയുന്നത് നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബത്തിന് പാരമ്പര്യമായി ലഭിച്ച സ്വത്താണ്. അത് അന്യാധീനമായി വ്യാജ രസീത് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തി തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ നഞ്ചിയമ്മ കൊടുത്തിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതിയിൽ കേസും നിലവിലുണ്ട്. ഈ കേസിൽ ഈ വ്യാജ രസീത് ഉപയോഗിച്ചാണ് ഈ സ്ഥലം കൈക്കലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നഞ്ചിയമ്മ ഇന്നലെ ഈ കൃഷിയിടത്തിൽ സമരവുമായി രംഗത്തെത്തി. പക്ഷേ തഹസിൽദാർ അടക്കം എത്തി നഞ്ചിയമ്മയോട് തൽക്കാലത്തേക്ക് പിന്മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ കേസ് നിലവിലുള്ളപ്പോൾ അതിൽ വെള്ളിയാഴ്ചകളിൽ തീരുമാനം ആയതിനു ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാമെന്നാണ് ഇന്നലെ അട്ടപ്പാടി തഹസിൽദാർ അടക്കം അറിയിച്ചൊരു കാര്യം. ഇത് ഈ ഒരു വ്യക്തി, അതായത് ഈ നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി വ്യാജ രസീത്, അതായത് അട്ടപ്പാടി താലൂക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് വ്യാജ രസീത് ഉണ്ടാക്കി മറ്റൊരു വ്യക്തിയെ വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കാരണം വ്യാജ രസീതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് നഞ്ചിയമ്മ കേസ് നൽകിയത്. തുടർന്ന് ഈ ഒരു രസീത് വ്യാജമാണെന്ന് വില്ലേജ് ഓഫീസറും മൊഴി നൽകി. എന്നിട്ടും ഇത്തരത്തിൽ നടപടികൾ മുന്നോട്ട് പോയിട്ടും ഈ ഭൂമി തനിക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് നഞ്ചിയമ്മ ഇന്നലെ ഒരു സംരംഭം പോലെ തന്നെ ആ ഭൂമിയിലെത്തിയത്. എന്തായാലും ഇന്നലെ അട്ടപ്പാടി തഹസിൽദാർ എത്തി ഈ വിഷയം താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളിയാഴ്ചക്കുള്ളിൽ ഇതിനൊരു അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരവുമായി രംഗത്തെത്തുമെന്നാണ് നഞ്ചിയമ്മ അറിയിച്ചിരിക്കുന്നത്. ശരി ആഷിഖ്, വ്യക്തമാണ്. നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബ ഓഹരിയിലുള്ള വസ്തു അനുമതി ഇല്ലാതെ വിറ്റു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ തഹസിൽദാർ നൽകിയ ഉറപ്പിന്മേൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്.